everyone, welcome back to Anfamas official YouTube channel. So guys, ഇന്ന് നമ്മൾ തിരുവണ്ണാമലയ്ക്ക് ഒരു യാത്ര പോവുകയാണ്. അതും നമ്മുടെ സ്വന്തം ഹയബുസയിൽ. സോ രാവിലെ നമ്മൾ കെട്ടുപാടൊക്കെ എടുത്ത് ഇറങ്ങി കുറച്ച് അധികം വൈകാതെ ഗൈസ് നമ്മുടെ വണ്ടിക്ക് ബാറ്ററിയുടെ ചെറിയൊരു മിസ്സിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് ഇങ്ങനെ വന്ന് നിന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നല്ല പണി കിട്ടിയെന്ന്. പക്ഷേ ഇല്ല കേട്ടോ, അവർ ഭയങ്കര സ്വീറ്റായിട്ട് നമ്മളോട് പെരുമാറി, മെക്കാനിക്കിനൊക്കെ വിളിച്ചിരാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദിവസം സഹായിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് ഊരിപ്പോരാൻ വേണ്ടി പറ്റി. ഗൈസ്, ഞാൻ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ലാപ്പിൽ കുറച്ച് വൈറസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ക്ലിപ്സ് നഷ്ടപ്പെട്ടു. പക്ഷേ സ്റ്റിൽ എനിക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സുഹൃത്തുക്കളെ, ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ മാത്രം കാര്യം നോക്കി ഇങ്ങനെ പതിയെ പോകുമ്പോഴാണ് എന്തോ ആ കാണുന്ന ചുവന്ന കാറില്ലേ, ആ കാർ നമ്മുടെ ബാക്കിലുള്ളത് നമ്മൾ ശ്രദ്ധിച്ചത്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരുപാട് നേരമായിട്ട് ഈ വണ്ടി നമ്മുടെ പിന്നിലും മുന്നിലായിട്ട് കിടന്നിങ്ങനെ പോവുകയാണ്. റേസ് ചെയ്യുന്നു, എത്തി നോക്കുന്നു, റേസ് ചെയ്യുന്നു, എത്തി നോക്കുന്നു. ഇപ്പം കാണാം കേട്ടോ, ഇപ്പം കാണാവേ എന്തോട് ദോണ്ട് കണ്ട. ഞാൻ വെച്ചടിച്ച് കലങ്ങുന്നില്ല. പക്ഷേ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ. ഇങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഓൺ ദ വേ കാണാൻ പറ്റും. ബൈക്കിൽ പോകുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ കാറ് പോകുന്ന പോലെയല്ല കേട്ടോ. ഞാൻ കാറ് പോകുമ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മളിരുന്ന് വർത്താനം പറയും, ചിലപ്പോൾ ഉറങ്ങും. പക്ഷേ ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളായാലും ആൾക്കാരൊക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കര 360 വ്യൂ ആണല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങനെ അതുള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര രസിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് വെയിലൊക്കെ കൊണ്ട് അങ്ങനെ അങ്ങ് പോവാം. ഗൈസ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചതല്ല ഞാൻ ബൈക്കിൽ ഒരു ലോങ് ടൂർ ഒന്ന് പോകുമെന്നോ അല്ലെങ്കിൽ ഒരു ലോങ് ട്രിപ്പ് അടിക്കുന്നോ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നതല്ല. പക്ഷേ ഹൈബൂസയിൽ പോയതിന് ശേഷം എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാട്ടായിരുന്നു. അതായത് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഹൈബൂസ എന്ന് പറയുന്നു, ഒരുപാട് പേര് തിരിഞ്ഞു നോക്കുന്നു. സോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ എൻജോയ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ദൂരം കവർ ചെയ്യുന്നത് നമുക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. സോ എൻജോയ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ എൻജോയ്മെൻ്റ് ഒക്കെ കുറച്ചങ്ങ് കഴിഞ്ഞ് വെയിൽ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ നിൽക്കും എന്നുള്ളത് മറ്റൊരു സത്യം. പിന്നെ അതേ കാർ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹൈബൂസിൽ പോകുമ്പോൾ ഹെക്റ്റിക്കായിട്ട് എനിക്ക് തോന്നിയൊരു പാർട്ടാണ് ഈ ട്രാഫിക് കേട്ടോ. അതായത് വണ്ടിയുടെ ചൂടും സൂര്യൻ്റെ ചൂടും എല്ലാം കൂടി അങ്ങ് പൊള്ളി പതിഞ്ഞ് വെന്തൊരുക്കിയിട്ടുള്ളൊരവസ്ഥ. പക്ഷേ കുഴപ്പമില്ല. അതർ ദാൻ ദാറ്റ് നമുക്ക് എല്ലാത്തിനും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ സുഹൃത്തുക്കളെ. ദേണ്ട ആ ചുവന്ന കാർ ഇത് നമ്മളെ വിട്ടു പോകുന്ന ഒരു ലക്ഷണവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. എത്തി വെക്കുന്നുണ്ടോ കണ്ടോ? ഈ പാമ്പിനൊക്കെ പോലെ നമ്മൾ നോക്കുമ്പോൾ തിരിച്ച് തലയെടുക്കും. ചെന്നൈ തമിഴ്നാട് റൂട്ടിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ ആൾക്കാരാണെങ്കിലും ഭയങ്കര സ്വീറ്റായിട്ടുള്ള ആൾക്കാരാണ്. സ്ഥലങ്ങളാണെങ്കിലും അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നല്ല ഗ്രാമീണതൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടേക്ക് പോകാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക,
ചൂട് ഉള്ളത് ചൂടൊരു വില്ലൻ തന്നെയാണ്. പക്ഷേ അതർ ദാൻ ദാറ്റ് നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് കാറ്റ് കൊണ്ട് പോകുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഗിയേഴ്സ് ഉള്ളത് കൊണ്ട് രണ്ടിൻ്റെ കാര്യം, ഒന്ന് സേഫ്റ്റിയാണ്, രണ്ട് അധികം ടാൻ അടിക്കത്തില്ല. അതിങ്ങനെയുണ്ട്. ഫോട്ടോ വേണം. ഗൈസ്, അങ്ങനെ എത്രാമത്തെ ബ്രേക്കാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ബൈക്കിനും ഏത് വണ്ടി ആയാലും ഒരു ബ്രേക്ക് കൊടുക്കുന്നത് നല്ലതാണല്ലോ. ഹാവ് എ ടീ ബ്രേക്ക് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നമ്മളൊരു ജ്യൂസ് ബ്രേക്ക് എടുത്തു. അപ്പോൾ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ തന്നെയുള്ള ചെറിയൊരു ഇങ്ങനെ ഒരു ജ്യൂസൊക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി ഒരു 3 hours കൊണ്ട് നമ്മൾ എത്തും. ഇപ്പോൾ ഒരു ടൈം 11:30 അല്ലേ, 11:30 ആയി. അപ്പം നമ്മളൊരു അല്ലേ 12:30, 2:33 നമ്മൾ എത്തും. അപ്പോൾ ഓൺ ദ വേ എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കണം. ശരിക്കും വിചാരിച്ചത് ഇന്ന് പോയിട്ട് നേരത്തെ എത്തുമല്ലോ, അപ്പോൾ വന്നിട്ട് തിരുവണ്ണാമലയിൽ പോകാനൊക്കെയാണെന്ന് വിചാരിച്ചത്. പക്ഷേ ശാരീരിക ഘടന വെച്ച് നോക്കുമ്പോൾ ഇന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ നമ്മൾ പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എല്ലാം അവിടെ എത്തിയതിന് ശേഷം നോക്കുന്ന പോലെ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം എല്ലാവരും ചിന്തിക്കുക, ഇപ്പോൾ റോഡ് ആക്ച്വലി നല്ല റോഡാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടോട്ടുള്ള റോഡ് ഭയങ്കര അടിപൊളി റോഡാണ്. പക്ഷെ സ്റ്റിൽ നമ്മളങ്ങനെ പറന്ന് വന്നിട്ടൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം
നല്ല റോഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല ക്ലിയർ വ്യൂ, സ്ട്രെയിറ്റ് റോഡിൽ ക്ലിയർ വ്യൂ കിട്ടുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് സ്പീഡൊക്കെ കൊടുത്ത് അതിൻ്റെ സ്പീഡ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ കൊടുക്കാറേ ഇല്ല. സ്പീഡ് ഭയങ്കര ലിമിറ്റ് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. ഇങ്ങോട്ടേക്ക് നല്ല ചൂടുണ്ട്. വെയിൽ കൂടി ആയപ്പോഴേക്കും നമ്മൾ ഈ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല പുഴുങ്ങലാണ്. പ്രത്യേകിച്ച് ഷൂവിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഞാൻ നോർമൽ ഷൂ ആണ് ഇട്ടത്. എന്നിട്ട് തന്നെ എൻ്റെ കാലിൻ്റെ ഉള്ളിൽ കണ്ടോ, എൻ്റെ ഷൂ കാണിച്ചു കൊടുക്കും കണ്ടോ, എന്നിട്ട് തന്നെ എൻ്റെ കാല് പുഴുങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഷൂ എനിക്ക് വയ്യ. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ഓരോ ആൾക്കാർ അതിൻ്റെ കൂടെ കാലിട്ട് പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സേഫ്റ്റി ആണല്ലോ, അപ്പം അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്ന പാട്ടെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വണ്ടിയിൽ പോയിട്ട് ആൾക്കാരിങ്ങനെ എന്താ പറയുക തിരിഞ്ഞു നോക്കുക, ടാറ്റ പറയുക, അതൊക്കെ ചെയ്യുന്നത് എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈബൂസ വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസാണ്. ഭയങ്കര രസമാണ്. നമുക്കും ഭയങ്കര സന്തോഷം തോന്നും, അവർക്കും ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ ചില ആൾക്കാരൊക്കെ വന്നിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ ചോദിക്കും, അങ്ങനെ ഫോട്ടോ എടുക്കും. പിന്നെന്താ ഗൈസ്, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ ഹോട്ടലിൽ എത്തിയിട്ടായിരിക്കും നമ്മൾ കാണുക. ഫുഡൊന്നും ഞാൻ പിന്നെ കഴിക്കണത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ നേരെ ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളിത് സ്പർശയിലോട്ട് എത്തിയിട്ടുണ്ട്. സ്പർശ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മളിപ്പോൾ ഇവിടെ തിരുവണ്ണാമലയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള റൂം എടുത്തത് സ്പർശ റിസോർട്ടിലാണ്. അപ്പോൾ അറിയാനുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ റൂമിൻ്റെ കുറച്ച് ഫോട്ടോസ് മാത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് നമ്മളൊരു ടെമ്പിളിലൊക്കെ ഒരു പോയ ഫീല്, അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റിംഗ് സെൻറ്ററിൽ പോയൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലാട്ടോ ഞാൻ ഇത് ഇരുന്നിട്ട് സംസാരിക്കുന്നത്. കഴിവേ ഞാൻ റൂമിൻ്റെ മുമ്പിലായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടെ എല്ലാം ഉണ്ട്. സ്പാ ഉണ്ട്, യോഗയുടെ സംഭവങ്ങളുണ്ട്, ഫിറ്റ്നസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ റൂം അവൈലബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. നമുക്ക് ആക്ച്വലി റൂം കിട്ടേണ്ടതായിരുന്നില്ല. ആൻഡ് നമ്മളിവിടെ 2 ദിവസത്തേക്കാണ് വന്നത്. നമുക്ക് ഇന്ന് എന്തായാലും ടെമ്പിളിൽ പോകാൻ പറ്റില്ല, നല്ല ടയർഡാണ്. അപ്പോൾ നാളെയാണ് പോണത്. പക്ഷേ നാളത്തേക്ക് നമുക്കിവിടെ റൂമില്ല. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ആകെ ബാക്കി ഉണ്ടായിരുന്ന ഒരു റൂമാണ് ഇവിടുത്തെ സൂട്ട് റൂം. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ ബാക്കിയുള്ള വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് എത്രത്തോളം എന്താ പറയുക ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ പറ്റുന്നത്രയും ഞാൻ കാണിച്ചു തരും. അപ്പോൾ ഭയങ്കര ഇതിങ്ങനെ ഓരോ വില്ല പോലെ കേട്ടോ, അതായത് ഒരു കുട്ടി വീടാണ് ഓരോരുത്തർക്കും. അപ്പോൾ എന്താ പറയുക, അതിൽ നോർമൽ, ഡിലക്സ്, സൂട്ട് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പ്രൈസ് ഡിഫറെൻ്റ് ആയിട്ട് വരും. നമ്മൾ എടുത്തിട്ടുള്ളത് സൂട്ടാണ്. ഒന്നും കൊണ്ടല്ല, വേറെ റൂംസ് അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി, റൂമിലോട്ടുള്ള എൻട്രി കേട്ടോ. ഈ ഒരു കവാടമാണ് നമ്മുടെ എൻട്രി. ഇതാണ് നമ്മുടെ എൻട്രി. എന്തൊരു പീസ്ഫുൾ ആണെന്നറിയോ, എന്ന് വെച്ചാൽ റിലാക്സിങ്. ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കൊള്ളാക്കില്ല, കാണിച്ചു തരാം. ഇതാണ് കയറുമ്പോൾ തന്നെ 2 സൈഡിലും ചാരി കസേര. കാരണം ക്ഷീണിച്ച് നമ്മളെപ്പോലെ കാലക്കൈ നടുവൊടിഞ്ഞ് വീഴുന്നവർക്ക് വന്നപാട് കയറിയിരിക്കാം അങ്ങനെ. സോ ഇതാണ് ലിവിങ് ഏരിയ. ഇവിടെ ഇപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡോർ അടക്കാം, കാരണം ഇതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പം നമ്മളിവിടെ വന്ന് ചളപള എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൂടി ഡിസ്റ്റർബ് ചെയ്യുന്നുള്ളൂ. ഭയങ്കര കിളികളുടെ കളകളാനവും ഒക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇവിടെ നമ്മുടെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൈൻഡ് ചെയ്യേണ്ട, 1 2 3 4 5 6 ചെയേഴ്സ് ഇങ്ങനെ വിശാലമായിട്ടിട്ടുണ്ട്. നമ്മളിവിടെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബൈ ദ വേ, ഈ ഫ്രൂട്ട്സ് കണ്ടോ, ഇതിപ്പോൾ അവർ നമ്മൾ വന്നതിന് ശേഷം കോംപ്ലിമെൻ്ററി ആയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. മാംഗോ, പൊമോഗ്രാനൈറ്റ്, ഓറഞ്ച്, ആപ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് കിട്ടുന്നില്ല എന്നുള്ള വിഷമം വേണ്ട. പിന്നെ എന്താണ്, ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. ബൈ ദ വേ, ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഒബ്വിയസ്ലി ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഫുൾ കരിങ്കല്ലാണ്. നോക്കി, കരിങ്കല്ല്, ഒറിജിനൽ കരിങ്കല്ലാണ് കേട്ടോ സംഭവം. അപ്പോൾ ഓൾറെഡി ഇതൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് ഈ റൂമിൻ്റെ ഉള്ളിലൊക്കെ. അതായത് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ AC ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഭയങ്കര ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ പറ്റും കേട്ടോ.
കാരണം നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു എനർജി നമുക്ക് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഡ്രെയിൻ ഔട്ട് ആയിരുന്നു. കാരണം അത്രയും ചൂടിലും വെയിലത്താണ് നമ്മൾ വന്ന് കയറിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും, അതായത് ഇങ്ങനെ ഒരു ഭയങ്കര ഭംഗിയൊരു സ്ഥലം കാണിച്ചപ്പോൾ ഞാൻ ഇച്ചിരി വൃത്തിയും എന്നെയും വേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ കുളിച്ചിട്ട് വെള്ളയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ബൈ ദ വേ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? ചിന്തിക്കാൻ കൂടുതലൊന്നുമില്ല, സ്റ്റുഡിയോ. ഓക്കെ, അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് കയറുമ്പോൾ തന്നെ ഞാൻ കാണിച്ചതാവേ, വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മുടെ കോക്കനട്ട് വാട്ടറും ഈ ഒരു രുദ്രാക്ഷമാല ഇങ്ങനെ ഇട്ട് തന്നിട്ടോ. ഇത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ആ യാത്രയിലോട്ടാവണം. ഓക്കെ, ബൈ. റൂം വേണം. റൂം കയറുമ്പോൾ തന്നെ ഇതാണ് രണ്ട് ബെഡ്റൂം എന്ന് 2 ബെഡുണ്ട് ഗൈസ്. പിന്നെ വന്ന് ഇങ്ങോട്ട് വാ. ലോക്കറുണ്ട്. എന്തെങ്കിലും കാര്യമായിട്ടുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ കൊണ്ടുപോകാനുള്ളത് ഞാനാണ്. എന്നെ കൊണ്ടുപോയി എന്തായാലും തിരിച്ചേൽപ്പിക്കും. അതുകൊണ്ടും നമുക്ക് ഇതൊക്കെ ഒന്നും വെക്കാനില്ല. ഇതൊക്കെ നമ്മുടെ അലകുലാപ്പ് സാധനങ്ങളാണ്, അതവിടെ ഇരുന്നോട്ടെ. പിന്നെ കെറ്റിലുണ്ട്, പിന്നെ ടീ മേക്കേഴ്സ് ഒബ്വിയസ്ലി എല്ലായിടത്തും ഉള്ളത് പോലെ തന്നെ. ഓക്കെ, അതൊക്കെയുണ്ട്. ഇവിടെ ഡ്രൈ കാഷ്യൂസും നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അതുകൊണ്ട് നമ്മളത് തുടരുത് ഗൈസ്. അപ്പോൾ അതാ ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിനി ഒരു സംഭവമുണ്ട്. സാധാരണ ഉള്ള പോലെ നമ്മുടെ പൊതുവെ ഹോട്ടൽസിലൊക്കെ ഇങ്ങനെ എനർജി ഡ്രിങ്ക്സും ചിലപ്പോൾ ചിലരിൽ ഇങ്ങനെ എന്താ പറയുക ആൽക്കഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല. ജ്യൂസാട്ടോ, ജ്യൂസും പിന്നെ ഒരു എന്തോ മൗണ്ടൻ ഡ്യൂ ആണ് കേട്ടോ, കോട്ടൺ ബോട്ടിൽ, അത്രേ ഉള്ളൂ. ഇത് ഞാൻ അയച്ചു വെക്കാട്ടോ, എനിക്ക് തന്നെ ഭയങ്കര വെയിറ്റ്. പിന്നെ ഇവിടെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കബേർഡ് ഉണ്ട്. ആ കബേർഡിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ എൻ്റെ സാധനത്തേക്ക് നിറച്ച് വെച്ചേക്കാണ്. ഇവിടെ എല്ലായിടത്തും സാധനങ്ങളാണ് കഴിച്ചത്. ഇവിടെ കണ്ടോ, ഇരിക്കേണ്ട തന്നെയല്ലേ, എല്ലായിടത്തും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. കണ്ടോ ഈ ഒരു സംഭവം. 2 ബെഡ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. എൻ്റെ പണ്ടേ ഞാനിങ്ങനെ കണ്ടുനട്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഇത്തരത്തിലുള്ള ഫോൺ. കണ്ടില്ലേ, നമ്മൾ പണ്ട് എന്താ പറയുക സിനിമയിലൊക്കെ കാണാനില്ലേ പണ്ട് ഇങ്ങനെ കറക്കി വിളിക്കുന്നത്. ഞാൻ കറക്കാൻ നോക്കി, പക്ഷെ കറങ്ങില്ല ഗൈസ്. ഇത് ഇങ്ങനെ ഡയൽ ചെയ്യുന്നതാണ്, കണ്ടോ, ഇങ്ങനെയൊക്കെ ഡയൽ ചെയ്യുന്നത്. അപ്പോൾ ഫോണുണ്ട്. ഇവിടെ നമ്മുടെ മെനു ഉണ്ട്. പ്രൈസൊക്കെ കണ്ടോ, T120, സ്പർശ സ്പെഷ്യൽ ടീന് 130. ഒബ്വിയസ്ലി എൻ്റെ സുഡിയോൻ്റെ കവേഴ്സ് ഒബ്വിയസ്ലി. പിന്നെന്താണ് ഈ ഒരു വാം ഫീലാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അധികം വെട്ടവും കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്ന വെളിച്ചമൊക്കെ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പകലാവണം. അതാണ് ഒരു പ്രശ്നം. പക്ഷെ എനിക്ക് ഈ ഒരു ഫീല്, ഈ ഒരു ലൈറ്റിനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഏരിയ ഉള്ളത്. ഇനി നമുക്കുള്ളത് നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂമിലേക്ക് പോകുമ്പോൾ വിശാലമായിട്ട് 2 ചപ്പലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചപ്പലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമിലോട്ട് പോകുമ്പോൾ നേരെ ഒരു മിററുണ്ട്. എന്നെ കാണാൻ നമ്മുടെ വെള്ളരിപ്രാവിനെ പോലില്ലേ ഗൈസ്. ഓക്കെ, മിററുണ്ട്. ഇവിടെ ഞാൻ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അടിച്ചിട്ടോ കേട്ടോ. ഇവിടുത്തെ മോയ്സ്ചറൈസർ കണ്ടോ, ഒരു കുട്ടി ഇങ്ങനത്തെ പോട്ടിലാണ് ഇവിടെ മോയ്സ്ചറൈസർ വെച്ചേക്കുന്നത്. ആൻഡ് ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അടിപൊളി. ആയുർവേദത്തിൻ്റെ സ്മെല്ലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പക്ഷെ എന്നാൽ ഭയങ്കര ഒരു സൂത്തിങ് സ്മെല്ല്. ഓക്കെ, അതെന്തായാലും ഇരുന്നോട്ടെ. ടാൽക്കം പൗഡറുണ്ട്, പിന്നെ ഡെൻ്റൽ കിറ്റുണ്ട്, വാനിറ്റി കിറ്റുണ്ട്, ഷവർ ക്യാപ്പുണ്ട്, പിന്നെ സോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ടവലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡ്രയർ ഉണ്ട്. പിന്നെ യൂഷ്വൽ ക്ലോസറ്റ് കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ ഷവർ. അപ്പം അത്രയാണ് ബാത്റൂമിലുള്ളത്. ഓക്കെ, ഡൺ. സോ ഗൈസ്, ഇത്രയാണ് നമ്മുടെ റൂം ടൂർ എന്ന് പറയുന്നത്. ഒരു ചടപടയിൽ നിന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്കൊരു ചായ കുടിക്കണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ, അതായത് യോഗ സെൻറ്ററും അതുപോലെ തന്നെ പൂളും സ്പായും. എനിക്ക് വൈദ്യുതി സ്പാ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ടൈം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ നോക്കും പറ്റുമെന്ന്. അപ്പോൾ സ്പായുണ്ട്. അതുകൂടാതെ ഇവിടെ തന്നെ ഒരു ചായക്കട പോലെ ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര വൈബാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം, വരും. അപ്പോൾ നമുക്ക് പോയിട്ടൊരു ചായ കുടിക്കണം. എന്നിട്ട് ബാക്കി ഫോൺ.
ഗൈസ് പക്ഷിശാസ്ത്രം കാഞ്ചന ഇതാണ് ചായക്കട. പക്ഷേ ഇതാരും കാണുന്നില്ല. സോ ഗൈസ് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ നേരെ അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ ആലു പൊറോട്ടയും വെജ് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ വെട്ടി വിഴുങ്ങി വയറ് നിറച്ച് നമ്മുടെ ചാരു കസേരയിൽ പോയി നിന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം പോയി കിടന്നുറങ്ങാണ് ഉണ്ടായിരുന്നത്. ഇതേ തുളസി വാട്ടറൊക്കെ കണ്ടോ, ഇതൊക്കെ അവിടെ ഉള്ളതാട്ടോ. എന്തായാലും ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.